കണ്ണൂരിന്റെ രാഷ്ട്രീയ മണ്ണിൽ പി.കെ. ശ്യാമള ടീച്ചറും കെ ശൈലജ ടീച്ചറും സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അത് കേവലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി പോരാട്ട ഭൂമികളിൽ വിയർപ്പൊഴുക്കിയ കണ്ണൂരിലെ കരുത്തരായ സ്ത്രീകൾക്കുള്ള അംഗീകാരം കൂടിയാണ്. രണ്ട് മഹാമാരികൾ കേരളത്തെ വിറപ്പിച്ച ദിവസങ്ങൾ. നിപയായും കോവിഡായും മരണത്തിന്റെ വിളികളുമായി എത്തിയപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആശാപ്രവർത്തകർ മുതൽ മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവികൾ വരെയുള്ളവർ ഉൾപ്പെടുന്ന ശൃംഖലയുണ്ടാക്കി. ഈ ശൃംഖലയ്ക്ക് നേതൃത്വം നൽകിയത് ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചറായിരുന്നു. കോവിഡിനെതിരെ കേരളം കൈകോർത്ത് മുന്നേറിയപ്പോൾ മന്ത്രി കെ ശൈലജയുടെ നേതൃത്വത്തെ അഭിനന്ദിച്ച് ലോകമാധ്യമങ്ങൾ രംഗത്തെത്തി. 2020 ജൂൺ 23 ഐക്യരാഷ്ട്രസഭ കെ ശൈലജ ടീച്ചറിനെ ആദരിച്ചു. കൊറോണ വൈറസ് വ്യാപനത്തിനെതിരെയുള്ള കേരളത്തിന്റെ പോരാട്ടത്തിൽ UN പൊതുസേവന ദിനത്തിൽ സ്പീക്കറായി ടീച്ചറെ ക്ഷണിച്ചു. കൊറോണ വൈറസ് കൊലയാളി, റോക്ക് സ്റ്റാർ, ആരോഗ്യമന്ത്രി എന്നാണ് ഗാർഡിയൻ ടീച്ചറെ വിശേഷിപ്പിച്ചത്. ഒരു സ്ത്രീ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൾക്ക് സ്വന്തമായി ഒരു ഭൂതകാലമോ പോരാട്ട ചരിത്രമോ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ബോധം എത്രത്തോളം സ്ത്രീ വിരുദ്ധമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പി.കെ. ശ്യാമള ടീച്ചറുടെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത് മട്ടന്നൂർ PR NSS കോളേജിലെ കലാലയ മുറ്റത്ത് നിന്നാണ്. 1981-82 കാലഘട്ടത്തിൽ കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർ വെറുമൊരു വിദ്യാർത്ഥിനിയായിരുന്നില്ല, മറിച്ച് SFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായും DYFI ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ച കരുത്തുറ്റ സംഘാടകയായിരുന്നു. അന്നത്തെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ KSU പ്രവർത്തകരുടെയും പോലീസിന്റെയും ക്രൂരമായ മർദ്ദനത്തിന് ടീച്ചറും സഖാവ് റോസയും ഇരയായത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴും തന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ ഉറച്ചുനിന്ന ആ പെൺകരുത്തിനെ മട്ടന്നൂരിലെ പഴയ തലമുറ ഇന്നും ഓർക്കുന്നുണ്ടാകും. ആ ക്രൂരതയ്ക്കു പിന്നിലെ പോലീസുകാർക്കെതിരെ നിയമ പോരാട്ടം നടത്തി വിജയിച്ച ശ്യാമള ടീച്ചർ അന്ന് തന്നെ തന്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ അതൊരു സ്ത്രീയുടെ സ്വത്വത്തെയും അധ്വാനത്തെയും റദ്ദ് ചെയ്തുകൊണ്ടാകരുത്. സ്വന്തം രാഷ്ട്രീയ ബോധ്യങ്ങൾക്കൊപ്പം സഞ്ചരിച്ച കണ്ണൂരിന്റെ കരുത്തരായ വനിതകളാണ് ശൈലജ ടീച്ചറും ശ്യാമള ടീച്ചറും എന്നത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന സത്യമാണ്. അതൊരു വലിയ ജനതയുടെ അംഗീകാരമായി വോട്ടെണ്ണി കഴിയുമ്പോൾ വീണ്ടും തെളിയുക തന്നെ ചെയ്യും. തകർന്നു പോകാവുന്ന സന്ദർഭങ്ങളിൽ ഇനിയും കുറേയേറെ പെണ്ണുങ്ങൾക്കും ചെയ്യാൻ കഴിയുമെന്ന് ഇവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കും.